നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയെ സംബന്ധിച്ച പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മാർക്കറ്റ് വാച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നു. പതുപോലെ ഈ എപ്പിസോഡിലും ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. നിരവധി കത്തുകൾ പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. കത്തുകളിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെക്കുറിച്ചായിരിക്കും മാർക്കറ്റ് വാച്ച് ചർച്ച ചെയ്യുക. അതിനു മുമ്പ് വീക്ക്ലി ക്ലോസിംഗ് എന്ന് പരിശോധിക്കാം. നിഫ്റ്റി 35 പോയിന്റ് താഴ്ന്ന് 5485-ലും സെൻസെക്സ് 10268-ലുമാണ് ക്ലോസ് ചെയ്തത്. 116 പോയിന്റ് വെള്ളിയാഴ്ച വ്യാപാരത്തിൽ സെൻസെക്സിനും നഷ്ടമായി. പൊതുവെ വലിയ തോതിലുള്ള ചാഞ്ചാട്ടം അനുഭവപ്പെട്ടു. പക്ഷേ വലിയ വ്യതിയാനങ്ങൾ ഈ വാരമുണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. വലിയ വ്യതിയാനങ്ങൾ ഇല്ലാത്ത ഒരു ക്ലോസിംഗ് കൂടിയാണ് ഈ ആഴ്ച ഉണ്ടായത്. ഈ ആഴ്ചത്തെ വിപണിയെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ച് ഭുവനേന്ദ്രൻ പറയും. ഒപ്പം തന്നെ അടുത്ത ആഴ്ചത്തെ സാധ്യതകളും വിശദീകരിക്കും. അടുത്ത ആഴ്ച ഏറ്റവും പ്രധാനപ്പെട്ടത് 16-ാം തീയതി റിസർവ് ബാങ്കിൻ്റെ വായ്പാ നയത്തിൻ്റെ അവലോകനം. വിപണി വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇത്. നിരക്കുകളിൽ വർധനവുണ്ടാകുമോ എന്നാണ് എല്ലാവരും പ്രധാനമായും ഉറ്റുനോക്കുന്നത്. അത്തരം ചർച്ചകളും വിപണിയിൽ സജീവമായി കഴിഞ്ഞു. ഭുവനേന്ദ്രൻ ഇതിനെക്കുറിച്ചും വിശദീകരിക്കും. ഒപ്പം തന്നെ നിരവധി ഘടകങ്ങൾ വിപണിയെ സ്വാധീനിച്ചവ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ഭുവനേന്ദ്രൻ, വലിയ വ്യതിയാനങ്ങളില്ലാത്തൊരു ക്ലോസിംഗ് എന്ന് വേണം നമുക്ക് ഈ വീക്ക്ലി ക്ലോസിങ്ങിനെ വിശേഷിപ്പിക്കാം. പക്ഷേ നിക്ഷേപകർ ഇപ്പോഴും അത്ര സജീവമായിട്ട് വിപണിയിലേക്ക് എത്തിയിട്ടില്ല. FIയുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. എങ്ങനെ കാണുന്നു ഈ വീക്കിനെ? ലാസ്റ്റ് വീക്ക് വളരെ നാരോ റേഞ്ചിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. ഡൗൺ സൈഡ് 5450 ഫ്യൂച്ചറും 5457 സ്പോട്ടും, അതുപോലെ അപ്പർ സൈഡ് 5570 സ്പോട്ട് 5577, അറൗണ്ട് ഒരു 110 പോയിൻറ്റ്സിൻ്റെ വേരിയേഷൻ മാത്രമാണ് ഉണ്ടായത്. ഓവറോൾ വോളിയം വളരെ കുറവായിരുന്നു. വോളിയം വളരെയധികം ഡ്രോപ്പ് ചെയ്തു. അതോടൊപ്പം റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വളരെ മോശമായി. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയും വളരെ മോശം തന്നെയായിരുന്നു. എക്കണോമിക് സിറ്റുവേഷൻ ആസച്ച് അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഹയർ ലെവലിൽ നിൽക്കുന്ന ഇൻട്രസ്റ്റ്, ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ അക്കൗണ്ട് ഡെഫിസിറ്റ്, ഒപെക് പ്രൊഡക്ഷൻ കൂട്ടുന്നില്ല എന്നുള്ള ന്യൂസ്, ക്രൂഡ് ഓയിൽ പ്രൈസും ഹയർ ലെവലിലേക്ക് പോകാൻ കാരണമായി. ഇതൊക്കെ നമ്മളുടെ എക്കോണമിയെ ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെ. അതിപ്പോഴും അതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നു. എന്നാൽ ഓൾറെഡി മാർക്കറ്റ് ഇതൊക്കെ ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് പോസിറ്റീവ് എന്ന് പറയുന്നത് മൺസൂൺ തന്നെയാണ്. മൺസൂണിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് വരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുന്തോറും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ബൈയിങ് സൈഡിൽ വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് ചെറിയൊരു പോസിറ്റീവ് സോണിൽ തന്നെയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് സോണിലേക്ക് വന്ന് മാർക്കറ്റ് ചെറിയ രീതിയിൽ ഡൗൺ സൈഡ് സപ്പോർട്ട് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വരുന്ന RBIയുടെ റിവ്യൂ മീറ്റിംഗ് തന്നെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് ഏത് രീതിയിലേക്ക് മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. 25 ബേസിസ് പോയിൻ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അതിന് മുകളിൽ ഒരു റേറ്റ് ഹൈക്ക് വന്നാൽ മാർക്കറ്റ് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് ഫ്രൈഡേ വന്ന IIP ഡാറ്റ മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു റിഫ്ലക്ഷനും ഫ്രൈഡേ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുന്നത് കണ്ടു. ഫ്രൈഡേ തന്നെ മാത്രം FIs ഒരു സെല്ലിംഗ് മോഡിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ IIP ഡാറ്റ മോശമായിരുന്നു. അതോടൊപ്പം നെക്സ്റ്റ് വീക്ക് 16th വരുന്ന RBIയുടെ ക്രെഡിറ്റ് പോളിസി, RBIയുടെ റിവ്യൂ മീറ്റിങ്ങിലായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്തൊരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതോടൊപ്പം ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഫിനാൻസ് മിനിസ്റ്റർ കണ്ടത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണണം. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മേധാവികളുമായിട്ട് ഫിനാൻസ് മിനിസ്റ്റർ ഒരു ചർച്ച നടത്തി. അദ്ദേഹം വളരെ കോൺഫിഡൻസോടുകൂടി ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും അതോടൊപ്പം തന്നെ ലോങ് ടൈം GDP മെയിൻറ്റെയിൻ ചെയ്യാൻ ഗവൺമെൻറ്റിന് സാധിക്കും എന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹം കൊടുത്തു. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാണാം. എന്നിരുന്നാലും കഴിഞ്ഞ 6 മാസമായിട്ട് ഒട്ടനവധി ന്യൂസുകൾ, നെഗറ്റീവ് ന്യൂസുകൾ ഗവൺമെൻറ്റിനെയും ബാധിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഗവൺമെൻറ് ഭരണത്തിൽ കാണിക്കുന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എഫക്റ്റീവായിട്ട് സ്റ്റെപ്പുകൾ എടുക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ മാർക്കറ്റിന് ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഗവൺമെൻറ് എഫക്റ്റീവായിട്ട് ഇത് ഈ ഇൻഫ്ലേഷൻ അഗൻസ്റ്റ് ആയിട്ടൊക്കെ നടപടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൺട്രോളിൽ വരാൻ സാധിക്കും. ഫിനാൻസ് മിനിസ്റ്റർ അതിനുള്ള ഉറപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾക്ക് കാണേണ്ടതാണ്. 16-ാം തീയതിയാണ് റിസർവ് ബാങ്കിൻ്റെ വായ്പാ നയത്തിൻ്റെ അവലോകനം വരുന്നത് എന്ന് നേരത്തെ പറഞ്ഞു. നിരക്ക് വർധന വീണ്ടും ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. 0.5% വരെ ഒരുപക്ഷെ നിരക്ക് വർദ്ധിച്ചേക്കാം എന്ന് പലരും ഇപ്പോൾ തന്നെ പ്രവചിച്ചു തുടങ്ങി. ഇത് ഏത് തരത്തിലായിരിക്കും വിപണിയെ സ്വാധീനിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബാങ്കുകളുടെ ലാഭത്തെ ഇത് ഏത് തരത്തിൽ സ്വാധീനിക്കും? വീണ്ടും പലിശ നിരക്ക് വർധനവിന് സാധ്യതയുണ്ടോ? ഇത് ഓട്ടോമൊബൈൽ, റിയാലിറ്റി സെക്ടറുകളിലൊക്കെ ഏത് തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കും തുടങ്ങി അത്തരം നിരവധി ആശങ്കകൾ ഇപ്പോഴും വിപണിയിൽ ഉണ്ട് എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. ഭുവനേന്ദ്രൻ എങ്ങനെ കാണാം? ഒപ്പം തന്നെ ബാങ്ക്
സ്റ്റോക്കുകൾ, പ്രത്യേകിച്ചും ക്രെഡിറ്റ് പോളിസി വരുന്ന ഈ വാരം ബാങ്ക് സ്റ്റോക്കുകളെ ഏത് രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം? ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ബാങ്കിങ് സ്റ്റോക്കിൽ വലിയൊരു അപ് ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം 16th വരുന്ന റിവ്യൂ മീറ്റിംഗ് തന്നെയായിരിക്കും ഈ ബാങ്കിങ് സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ലാസ്റ്റ് ക്രെഡിറ്റ് പോളിസിക്ക് ശേഷം ഇൻട്രസ്റ്റ് റേറ്റിൽ SB ഇൻട്രസ്റ്റിലൊക്കെ മാറ്റം വരുത്തി റിവേഴ്സ് റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തിയതൊക്കെ ഈ ബാങ്കിങ് സ്റ്റോക്കുകളുടെ ബാങ്കിങ് കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനാണ് ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ തന്നെ വളരെ ലോവർ ലെവലിലേക്ക് വന്നു. ഇപ്പോഴൊരു ഫെയർ വാല്യൂവിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ അടുത്ത് വരുന്ന ക്രെഡിറ്റ് പോളിസി ആയിരിക്കും ഇതിൻ്റെ ഫ്യൂച്ചർ നിശ്ചയിക്കുന്നത്. പക്ഷേ മീഡിയം ടു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും ബാങ്കിങ് സ്റ്റോക്കുകൾ വളരെ അട്രാക്റ്റീവ് പ്രൈസിലാണ് ഇപ്പോഴും മൂവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയൊക്കെ വളരെ ഫെയർ വാല്യൂയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലാസ്റ്റ് നമ്മൾ റെക്കമെൻഡ് 2240 2200 സേഫായിട്ടുള്ള 2 എൻട്രി ലെവലായിരുന്നു പറഞ്ഞിരുന്നു. ആ ഒരു ലെവൽ വന്നതിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിക്കവറി വന്നു. 2350 വരെ പോയതിനു ശേഷം വീണ്ടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൊക്കെ തന്നെ കറക്ഷൻ നേരിട്ടിരിക്കുകയാണ്. എഗെയിൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കറണ്ട് ഒരു ബൈയിങ് ലെവലിലേക്ക് വരികയാണ്. 2200 ഒക്കെ ഒരു ബേസ് ലെവലായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണാം. ആ ഒരു ലെവൽ ഒരു ബൈയിങ് ലെവലായിട്ട് കാണുക. അതോടൊപ്പം തന്നെ പല ബാങ്കിങ് സ്റ്റോക്കുകളും ഇപ്പോൾ ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, അതുപോലെ ബാങ്കിങ് സ്റ്റോക്കുകളുടെ ഫ്യൂച്ചർ തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ സേഫാണ്. വളരെ ഫെയർ വാല്യൂവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഈ RBIയുടെ റിവ്യൂ മീറ്റിങ്ങിൽ എഗെയിൻ റേറ്റ് ഹൈക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റിയാലിറ്റി മേഖലയിൽ ഇതിൻ്റെ ഓട്ടോമൊബൈൽ മേഖലയിലൊക്കെ തന്നെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു റേറ്റ് ഹൈക്ക് ഓട്ടോമൊബൈൽ സെക്ടറിനെ നെഗറ്റീവായിട്ട് ബാധിക്കാം, റിയാലിറ്റി സെക്ടറിനെ നെഗറ്റീവായി തന്നെ ബാധിക്കാനാണ് സാധ്യത. FI ആക്ടിവിറ്റീസിനെ കൂടി നമുക്ക് ഒന്ന് പരിശോധിക്കാം. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ നാളുകളായി വിപണിയിൽ അത്ര സജീവമല്ലായിരുന്നു എന്ന് നമുക്കറിയാം. വിപണിയുടെ ഗതിയെ സ്വാഭാവികമായിട്ടും ഇത് ബാധിക്കുന്നതും നമ്മൾ കണ്ടു. ഈ വീക്ക്ലി എങ്ങനെ കാണാം? ഈ വാരത്തിൽ FIയുടെ ആക്ടിവിറ്റീസ് എത്രത്തോളം ഉണ്ടായിരുന്നു? ഒപ്പം തന്നെ നമ്മുടെ ആഭ്യന്തര സ്ഥാപനങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ഉണ്ടായി? ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി വളരെ മോശം തന്നെയായിരുന്നു ലാസ്റ്റ് വീക്ക്. FIs സെല്ലിംഗ് സൈഡിലായിരുന്നു. 233 crore സെല്ലിംഗ് ആണ്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 647 crore ബൈയിങ് സൈഡിലാണ്. IIP ഡാറ്റ വന്നതിന് ശേഷം ഫ്രൈഡേ ആണ് FIs ഒരു സെല്ലിംഗ് മോഡിലേക്ക് പോയത്. അതേ സമയത്ത് തന്നെ ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് പോകുന്തോറും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രൈഡേ മാത്രം 336 crore ബൈയിങ് നടത്തി. അതൊരു പോസിറ്റീവ് സൈനായിട്ട് നമ്മൾക്ക് കാണാം. മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുന്തോറും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കാണണം. വരും ദിവസങ്ങളിലൊക്കെ തന്നെ FIസിൻ്റെ ആക്ടിവിറ്റി കുറഞ്ഞാലും അവർ സെല്ലിംഗ് സൈഡിലേക്ക് പോയില്ല എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കാണണം. ഒടുവിൽ ടെക്നിക്കൽ ചാർട്ടുകൾ കൂടി നമുക്ക് പരിശോധിക്കാം. അതിനുശേഷം മറ്റ് സ്റ്റോക്കുകളിലേക്ക് കടക്കാം. എവിടെയാണ് മേജർ സപ്പോർട്ട് മാർക്കറ്റിനുള്ളത്? മാർക്കറ്റ് എനിക്ക് ലാസ്റ്റ് വീക്ക് നമ്മൾ പറഞ്ഞതുപോലെ 5420 to 5450 എന്ന് പറയുന്നത് ഫസ്റ്റ് സപ്പോർട്ട് സോണായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്ത് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് അപ്പർ സൈഡ് പ്രതീക്ഷിക്കാം. അത് 5630 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് വരെ പോകാം. മൺസൂണിനെ കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ന്യൂസും അതുപോലെ RBIയുടെ റിവ്യൂ മീറ്റിംഗും ആയിരിക്കും മാർക്കറ്റിനെ നെക്സ്റ്റ് വീക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ വളരെ RBIയുടെ വലിയ മേജറായിട്ടുള്ള റേറ്റ് ഹൈക്ക് വന്നില്ല. മൺസൂണിനെ കുറിച്ച് വീണ്ടും പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് വരികയും FIs ഇന്ത്യൻ മാർക്കറ്റിൽ ആക്റ്റീവ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 5635 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്താൽ ചിലപ്പോൾ പഴയ ഹൈയുടെ അടുത്തേക്ക് മാർക്കറ്റ് പോകാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അത് ചിലപ്പോൾ 5950 എന്ന് പറയുന്ന ലെവൽ വരെ മാർക്കറ്റ് കൊണ്ടുപോകാം. അതിന് കുറച്ച് പോസിറ്റീവ് ഘടകങ്ങൾ ആവശ്യമാണ്. ഒന്ന്, FIs ഇന്ത്യൻ മാർക്കറ്റിൽ ആക്റ്റീവ് ആകണം, വളരെ നല്ല മൺസൂൺ ലഭിക്കണം, ക്രൂഡ് ഓയിൽ പ്രൈസ് കുറച്ചൊരു ലോവർ ലെവലിലേക്ക് വരികയും ചെയ്താൽ തീർച്ചയായിട്ടും രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനും ബൈയിങ് സൈഡിൽ വരികയാണെങ്കിൽ ചെറിയൊരു ബ്രേക്ക് ഔട്ട് ചിലപ്പോൾ മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. 5635 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതല്ല 5420 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ 5340 ഒരു സപ്പോർട്ട് സോണാണ്. അത് നെക്സ്റ്റ് വീക്ക് അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതല്ലെങ്കിൽ RBI 50 ബേസിസ് പോയിൻ്റ് ഒരു ഹൈക്ക് കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ ആ ലെവൽ ബ്രേക്ക് ചെയ്ത്, അങ്ങനെയാണെങ്കിൽ ഒരു ഫൈനൽ ബൈയിങ് എന്നുള്ള രീതി 5170 ആണ് ഒരു മേജർ സപ്പോർട്ട് ലെവൽ. അപ്പോൾ 5400 ബിലോ ഒക്കെ തന്നെ മാർക്കറ്റ് ഒരു ലോവർ വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ നിക്ഷേപകരും റീറ്റെയിൽ നിക്ഷേപകരും വളരെ തിരഞ്ഞെടുത്ത ഓഹരികളിൽ നിക്ഷേപിക്കാനുള്ള അവസരമായിട്ട് 5400 മുതൽ 5170 വരെ കാണുക. ആ ഒരു ലെവൽ പോവുകയാണെങ്കിൽ മാത്രം 5420 നിന്ന് മാർക്കറ്റിനൊരു സപ്പോർട്ട് സോൺ ലഭിച്ച മാർക്കറ്റ് കുറച്ചൊരു ഹയർ ലെവൽ പോകാനാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിനി സ്റ്റോക്കുകളിലേക്ക് പോകാം.